വിശ്വസനീയമായിട്ടില്ല, വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ വിശ്വാസം വന്നിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് ചോദിക്കുന്നത്. അപ്പം നിങ്ങളെപ്പോലും വിശ്വസിക്കാൻ പറ്റിയില്ല, സ്വന്തം കൂടെ നിൽക്കുന്ന AICC നേതൃത്വത്തെ വിശ്വസിക്കാൻ പറ്റിയില്ല, മന്ത്രിസഭയിലെ അംഗങ്ങളെ വിശ്വസിക്കാൻ പറ്റിയില്ല, ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിപ്പിക്കാൻ പറ്റിയില്ല. വാദങ്ങൾ നന്നായി നടത്തിയിട്ടുണ്ട്, പക്ഷേ അടിസ്ഥാന രേഖകളും കാര്യങ്ങളും വേണ്ടത്ര വരുന്നില്ല. അപ്പം എപ്പോഴും കാര്യങ്ങൾ വേണം. ഒരു സമീപനം എടുക്കുമ്പം വിശ്വസിപ്പിക്കാൻ പറ്റുന്ന നേരത്തേക്ക് സുതാര്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതിന് എന്തെങ്കിലും തട്ടുമുട്ട് ന്യായങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാര്യങ്ങൾ കൃത്യമായ ആളുകൾക്ക് സംശയമുണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. ഇത് പറയുന്നത് വലിയ അട്ടിമറി നടന്നു, അത് LDF വലിയ അട്ടിമറി നടത്തി, ഞങ്ങളത് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ആ കുഴപ്പമായെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതെന്നും ആളുകൾക്ക് പൊതുവായിട്ട് ബോധ്യം വരുന്നത്. അത് ഇതൊക്കെ എത്ര നാൾ പ്രതിപക്ഷമാകുമ്പോൾ പറയുന്ന പോലെയാണോ? ഇപ്പോൾ മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ആളല്ലേ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പ്രതിപക്ഷം ഉത്തരവാദിത്വം ഇല്ലാതെ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കാൻ പാടില്ല. പക്ഷേ പ്രതിപക്ഷം എന്ന നിലയിൽ ചെറിയൊരു ലിവറേജ് അദ്ദേഹം പണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കാം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം അദ്ദേഹം വിഴുങ്ങുന്നു എന്നുള്ളത് ആരാ പറഞ്ഞത്? ഇപ്പോൾ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഇവിടെയും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ? യു ടേൺ ആണെന്ന് പറഞ്ഞത് ഞങ്ങളല്ലല്ലോ. ഇപ്പോൾ PM-ശ്രീ കാര്യത്തിലായാലും, മദ്യത്തിൻ്റെ കാര്യത്തിലായാലും, ധവളപത്രത്തിൽ പറഞ്ഞ പല കാര്യത്തിലായാലും, സ്വകാര്യവൽക്കരണത്തിൻ്റെ കാര്യത്തിലായാലും പത്രസമ്മേളനം നടത്തി നിങ്ങളുടെ മുന്നേ പറഞ്ഞ കാര്യം അടുത്ത ദിവസം ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നത്. അദ്ദേഹം അത് ശ്രദ്ധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത, മുഖ്യമന്ത്രി എന്ന നിലയിൽ വിശ്വാസ്യത ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം കൂടി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വാദം അന്നേരം വരുമ്പോൾ ഒരു വാദം പറഞ്ഞിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഒരു കാര്യം, ഇത്രയും വകുപ്പുകൾ എന്തിനാണ് ഏറ്റെടുത്തത്? ഇതെല്ലാം കൂടി ഇന്നിപ്പോൾ വരുന്നുണ്ടല്ലോ, നിയമം, ഫിനാൻസ്, പോർട്ട്, പിന്നെ മേളിലെ CM, ഇതെല്ലാം കൂടെ ഒറ്റ അതാവുമ്പോൾ ഈ അതിനകത്തൊരു പ്രൊപ്പറേറ്ററിയുടെ പ്രശ്നമുണ്ട്, അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയുന്നല്ലോ. അപ്പോൾ അദ്ദേഹം വേറൊരു ന്യായം പറയുന്നത്. ഇതിനകത്തെ പ്രശ്നം എന്താ? വിശ്വസിപ്പിക്കാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയണം. ഇതിനകത്ത് വിശ്വസനീയമായിട്ടല്ല കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ആളുകളുടെ ആക്ഷേപം. ഇന്നലത്തെ കാര്യത്തിനകത്തും അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കാവുന്ന തരത്തിലല്ല. ഇതേ നമ്മൾ പറയുന്നുള്ളൂ. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളാരും ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു കേസല്ലല്ലോ ഇത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 3 മാസക്കാലത്തേക്കോ 6 മാസക്കാലത്തേക്കോ ഒരു പുതിയ ഗവൺമെൻറ് വന്നാൽ സാധാരണഗതിയിൽ ആരെങ്കിലും ചിന്തിക്കുമോ ഇങ്ങനൊരു പ്രശ്നം പെട്ടെന്ന് റേസ് ചെയ്ത് വരണമെന്ന്? ഇങ്ങോട്ടൊരു പ്രശ്നം വന്ന് സീരിയസ് ആയി കേരളത്തിലാകെ വരുമ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ കാര്യമല്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടിൻ്റെ ഓണർഷിപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നമാണ്, അതിൻ്റെ ഓപ്പറേഷൻ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. അത് സംബന്ധിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും എക്കണോമിക് പ്രസിദ്ധീകരണങ്ങളൊക്കെ വാർത്ത വന്ന് പുറത്തു വരുമ്പോൾ അത് സുതാര്യമായിരിക്കണം. സംശയം ആളുകൾക്കുണ്ട്, ആ സംശയം തീർക്കണം. അത് ഇന്റേണലി അവരുടെ മന്ത്രിസഭയ്ക്കകത്തും ഗവൺമെന്റിനകത്തും പാർട്ടിക്കകത്തും ഉൾപ്പെടെ തീർക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വ്യക്തമല്ലേ? ഞങ്ങൾക്കിട്ട് പറഞ്ഞ മറുപടിയല്ല ഇന്നലത്തെ. ഞങ്ങൾക്ക് മാത്രമിട്ട്, പ്രതിപക്ഷത്തിന് മാത്രവും മാധ്യമങ്ങൾക്ക് മാത്രവും ഇട്ട് പറഞ്ഞ മറുപടിയല്ല. കോൺഗ്രസ് അദ്ദേഹം എപ്പോഴും പറയുന്നതായിരുന്നു, ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോൾ 4 വിരൽ ഇങ്ങോട്ട് തിരിച്ചാണ് ചൂണ്ടുന്നതെന്ന് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഈ മറുപടി പറഞ്ഞത് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും അല്ല. അദ്ദേഹം പറഞ്ഞത് AICC നേതൃത്വത്തിനും സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും കൂടെ നിൽക്കുന്നവർക്കുമാണ്. അവിടെ തന്നെ സംശയം തീർക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇതിന്റെ പ്രശ്നം.